ഞാൻ പഠിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ സ്കൂളും ആൺകുട്ടികൾ മാത്രമുള്ളതാണ്. വീട്ടിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? ലീലാമ്മയെ എവിടുന്നാ കണ്ടത്? ലീലാമ്മ ഞാൻ കാണുന്നത് സത്യത്തിൽ ആ. ഇതൊക്കെ കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിലാണ്. ആണോ? ഇപ്പൊ അവിടെ രക്തസാക്ഷികളായത് ഏത് ഭാഗത്തുള്ളവരായി? രണ്ട് കൂട്ടത്തിൽ നിന്നുള്ളവരും ഉണ്ടായിട്ടുണ്ട് ആണോ? രക്തസാക്ഷികൾ. അന്ന് KSU ആണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന എന്നാണ്. അപ്പൊ ഉമ്മൻചാണ്ടിയെ അവിടെ അടിച്ചു എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും. നമസ്കാരം. നമസ്കാരം. രാഷ്ട്രീയം സ്ഥിരമായി പറഞ്ഞ് ചിലപ്പോൾ ഒരു ചെറിയ മടുപ്പൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ജീവിതം എവിടെയും സംസാരിക്കുന്നതേ ഇല്ല പൊതുമണ്ഡലത്തിൽ. നമുക്ക് ജോസഫ് വാഴക്കൻ്റെ ഒരു ജീവിതയാത്ര നടത്തിയാലോ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു അഭിമുഖം തയ്യാറാക്കിയിരിക്കുന്നത്. ശരിക്കും ചെറുപ്പത്തിൽ എന്തായിരുന്നു പേര്? വീട്ടിൽ വിളിക്കുന്നത് ബേബീന. ബേബി. പക്ഷേ പിന്നെ പേര് ജോസഫ് എന്നാണ് ഒഫീഷ്യൽ നാം. അപ്പൊ പള്ളിയിലൊക്കെ ജോസഫ് തന്നെയാണ്. വീട്ടിൽ വിളിക്കുന്നതാണ്. നാട്ടിൽ അയലോക്കംകാരൊക്കെ ബേബി എന്നാണ് എപ്പോഴും വിളിക്കുന്നത്. അന്ന് കൂടെ പഠിച്ച ആളുകളൊക്കെ ഇപ്പോ കൂടെ പഠിച്ചവരൊക്കെ വിവിധ തലങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോഴും വലിയ ആത്മബന്ധമുണ്ടോ എല്ലാവരുമായിട്ട്? മിക്കവാറുമായിട്ടുണ്ട്. ഇപ്പൊ കോളേജിൽ പഠിച്ചിട്ടുള്ളവരുമായിട്ടൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ എല്ലാ വർഷവും ഞങ്ങള് റീയൂണിയനുകളുണ്ട്. പിന്നെ ഞങ്ങള് വളരെ ക്ലോസ് ഫ്രണ്ട്സ്. ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിലാണോ പഠിച്ചത്? ഞാൻ പഠിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ സ്കൂളും ആൺകുട്ടികൾ മാത്രമുള്ളതാണ്. വീട്ടിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? വീട്ടിൽ വിശ്വാസമില്ല. അത് എൻ്റെ ഒരു രസം എന്താന്ന് ചോദിച്ചാല്, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 ആണുങ്ങളാണ്. അങ്ങനെ പെൺകുട്ടികളുമായിട്ട് വലിയ പരിചയം തന്നെ ഇവരെല്ലാം ഉണ്ട്. കസിൻസ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ അകലങ്ങളിലുള്ളവരൊക്കെ എന്നുള്ളതല്ലാതെ വീട്ടിലത് സ്കൂളിൽ പഠിച്ചത് ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂളാണ്. കോളേജ് ആൺകുട്ടികൾ മാത്രമുള്ളതാണ്. പിന്നെ രാജഗിരി പഠിക്കാൻ വന്നിടയ്ക്ക്. അപ്പൊ രാജഗിരിയിൽ ഒരു വർഷം നമ്മുടെ സോഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പൊ അവിടെ വന്നപ്പോഴാണ് 2-3 പെൺകുട്ടികളുള്ള ക്ലാസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ലോ കോളേജിൽ പോയപ്പോഴവിടെയും പെൺകുട്ടികളുള്ള. ലീലാമ്മയെ എവിടുന്നാ കണ്ടത്? ലീലാമ്മ ഞാൻ കാണുന്നത് സത്യത്തില് ഇതൊക്കെ കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇടയിലാണ്. ഒരു യാത്രയില്ല. ഞങ്ങള് ഡൽഹിയില് യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ കോൺഫറൻസ് ഉണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ ട്രെയിനെ പോവുകയാണ്. ഇവിടെ സ്പെഷ്യൽ ട്രെയിൻ അല്ല, നമ്മുടെ ട്രെയിൻ തന്നെ. അപ്പൊ അതിനകത്ത് എല്ലാവരും ടിക്കറ്റ് എടുത്തെങ്കിലും ബർത്തൊക്കെ വളരെ ചുരുക്കം ആളുകൾക്കെ ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ കാലത്ത് ഇടിച്ചു കയറുകയാണല്ലോ എല്ലാവരും ടിക്കറ്റ് എടുത്ത്. അപ്പൊ ആ കൂടെ അന്ന് പുള്ളിക്കാരത്തി പിന്നെ ഇതിന്റെ UPSCയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആകാശവാണിയുടെ അതിന്റെ വേണ്ടിയിട്ട്. അപ്പൊ ആ ഇന്റർവ്യൂവിന് പോകുമായിരുന്നു. അപ്പൊ അവിടെ 3 ദിവസമാണല്ലോ യാത്ര ട്രെയിനിൽ. അപ്പൊ ഇതിനിടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിലാണ് പുള്ളിക്കാരത്തിയുള്ളത്. അപ്പം അങ്ങനെ പരിചയപ്പെട്ടു. അപ്പം നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരിയാണ്, നമ്മുടെ ജില്ലക്കാരിയാണ്. അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ ആ പുള്ളിക്കാരത്തി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പം പിന്നെ അപ്പം ഞങ്ങളെന്നൊക്കെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളോട് പറഞ്ഞു പോവാണ്, പിന്നെ ഇപ്പം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പോരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് അവർ വീടും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. പുള്ളിക്കാരത്തി വയനാട്ടിലായിരുന്നു. അപ്പോൾ എംബസ്റ്റി പുളി കഴിഞ്ഞിട്ട് വയനാട്ടിലൊരു പിന്നെ അവിടെ ശ്രേയസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്ഥാപനത്തിന് അവരുടെ സോഷ്യൽ സർവീസിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അന്നേരമാണ് ഈ ഇന്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പിന്നെ ആലോചിച്ച്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിക്കാനുള്ള പ്രായമായല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പരസ്പരം ആലോചിച്ച്, വീട്ടിലാലോചിച്ച് പുള്ളിക്കാരത്ത് വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർ വന്ന് കണ്ടു, സംസാരിച്ച് ഞങ്ങൾ പിന്നെ കല്യാണം ഉറപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ട്രെയിൻ യാത്ര തന്ന സമ്മാനമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ, അന്ന് തന്നെ ഗായികയാണെന്ന് അറിയാമായിരുന്നു? അതെ, ഗായികയാണെന്ന് അറിയാമായിരുന്നു. അന്നും പുള്ളിക്കാരത്തി ഒരു ഇറങ്ങാത്തൊരു സിനിമയിൽ അന്ന് പാടിയിട്ടുണ്ട്. ചക്രവാളങ്ങൾക്കപ്പുറം എന്നൊക്കെ സിനിമ പാടിയിട്ടുണ്ട്. പിന്നെ ആകാശവാണിയിലെ പിന്നെ ബീഹൈ ആർട്ടിസ്റ്റ് ആയിരുന്നു. പാടാൻ ലളിതഗാനങ്ങൾ പാടാൻ പോയിരുന്നു. അപ്പം അതെല്ലാം അറിയാമായിരുന്നു. പിന്നെ ട്രെയിനിൽ ഞങ്ങൾ കംപ്ലീറ്റ് യൂത്ത് കോൺഗ്രസ്സുകാരാണല്ലോ. അപ്പം 3 ദിവസം വളരെ പിന്നെ വലിയ ഫ്രണ്ട്ഷിപ്പായിട്ട് എല്ലാവരും കൂടെ പോയത്. അത് ശരി. അങ്ങനെ പെണ്ണ് കണ്ടത് യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഒരുമിച്ച്? സത്യത്തിൽ എല്ലാവരും കൂടെ കൂടിയാണ്. ഓക്കെ. ഈ ആണുങ്ങൾ മാത്രം പഠിക്കുന്ന കോളേജ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കോട്ടയത്ത് അങ്ങനെ ഒരുപാട് കോളേജുകൾ. പാലാ സെന്റ് തോമസ് കോളേജ് ഞങ്ങൾ ആണുങ്ങൾ മാത്രമുള്ള. അക്കാലത്ത് പിന്നെ എല്ലാ കോളേജിലും ഇഷ്ടം പോലെയാണല്ലോ കുട്ടികൾ. അപ്പൊ അന്ന് പാലായിൽ ഇപ്പം ബോയ്സിന് വേണ്ടി മാത്രമുള്ള കോളേജാണ് സെന്റ് തോമസ് കോളേജ്. വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഓർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, ഒരുപക്ഷെ ജോസഫ് വാഴക്കൻ ഇതുവരെ പുറത്ത് പറയാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഓർമ്മയുണ്ട്? ഇപ്പോൾ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇപ്പം പല കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ KSUവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായി കഴിഞ്ഞിട്ട്
നിൽക്കുന്ന ഒരു ടൈമിലാണ് പാലാ സെൻറ് തോമസ് കോളേജിൽ ഒരു സമരം. ഞങ്ങളൊരു 2-3 മാസക്കാലത്തോളം കോളേജ് അടച്ചിട്ട് നടന്നൊരു സമരമാണ്. അത് വളരെ വലിയ സമരമായിരുന്നു. അതിൽ സഭയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായി അവസാനം അത് മാറിയത്. കാരണം നമ്മുടെ ഒരു 6-7 കുട്ടികളെ അന്ന് KSU ജയിച്ചതാണ് ആ കോളേജിൽ. ആ കോളേജിൽ പിന്നെ വലിയ ഭൂരിപക്ഷത്തിന് മുഴുവൻ സീറ്റും KSU ജയിച്ച് നിൽക്കുന്ന സമയം ഒരു സമരം നടത്തിയ 6-7 പേരെ സസ്പെൻഡ് ചെയ്തു. അവരെ തിരിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രക്ഷോഭം എന്ന് വെച്ചാൽ അത് ഒരുപാട് പല തവണ ലാത്തിച്ചാർജും വലിയ പ്രശ്നങ്ങളും, പോപ്പ് വരുന്ന സമയം പോപ്പ് വേദിയിലേക്ക് മാർച്ചും, അങ്ങനെ വലിയ കോലാഹലം ഒരുപാട് സൃഷ്ടിക്കുകയും ഒരു പരിധിവരെ സഭയിൽ നിന്ന് പോലും നമുക്ക് എതിർപ്പ് വന്നിട്ടുള്ള ഒരു വലിയ സമരമായിരുന്നു. ഈ രാമപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമം ഏതെങ്കിലും രീതിയിലുള്ള നന്മകളോ അതല്ലെങ്കിൽ അനുഭവങ്ങളോ തന്നിട്ടുണ്ടോ? എന്താണ് രാമപുരത്തിന്റെ രാമപുരം എന്ന് വെച്ചാൽ വളരെ മനോഹരമായ, വളരെ സമാധാനം ഉള്ള ഒരു ഏരിയയാണ്. ഒരു തരത്തിലുള്ള ഇപ്പം പണ്ട് രാഷ്ട്രീയമായി വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് വലിയ രാഷ്ട്രീയ മത്സരങ്ങളും കൊലപാതകങ്ങളും സംഘടനകളും ഒക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു. അത് കേരള കോൺഗ്രസുമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേരള കോൺഗ്രസ് ആണ്, CPM ഒന്നും അല്ല. ഈ കേരള കോൺഗ്രസ് ഉണ്ടാകുന്ന സമയത്ത് അവര് വളരെ തീവ്രമായ നിലപാടുള്ളവരായിരുന്നു. ഇപ്പൊ അവിടെ രക്തസാക്ഷികളായത് ഏത് ഭാഗത്തുള്ളവരായിരുന്നു? 2 കൂട്ടത്തിൽ നിന്നുള്ളവരും ഉണ്ടായിട്ടുണ്ട്, രക്തസാക്ഷികളുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ രക്തസാക്ഷികൾ ദിനാചരണമൊന്നും കാര്യമായിട്ട് അങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. അങ്ങനത്തെ ഒരു പരമ്പരാഗത രക്തസാക്ഷികളൊന്നുമില്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര വാശിയായിരുന്നു. കേരള കോൺഗ്രസിന്റെ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ? ഒരു 3-4 പേര് മരിച്ചിട്ടുണ്ട് ഈ രാമപുരം പഞ്ചായത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അത് പിന്നെ പൊളിറ്റിക്കലായിട്ട് തന്നെ അതിന്റെ പിന്നിൽ അന്ന് KM മാണിയും MM ജേക്കബ് സാറും തമ്മിൽ വലിയ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ രാമപുരത്ത്. രാമപുരം എന്ന് വെച്ചാൽ വലിയ സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ഇപ്പൊ ലളിതാംബിക അന്തർജന അവിടെയുള്ളതാണ്, രാമപുരത്ത് വാര്യർ അവിടെയുള്ളതാണ്. പിന്നെ ആദ്യത്തെ വർത്തമാന പുസ്തകം എഴുതിയ പാറേമാക്കൽ ഗവർണർ അങ്ങനെ അവിടെയാണ്. അങ്ങനെയുള്ള ഒരുപാട് സാംസ്കാരിക, ഇപ്പം പിന്നെ N മോഹൻ, നമ്മുടെ ലളിതാംബികയുടെ മകൻ N മോഹൻ ഉൾപ്പെടെ അവരെല്ലാം രാമപുരത്താണ് എല്ലാം താമസിക്കുന്നത്. അപ്പം അങ്ങനെ രാമപുരം ഒരുപാട് സാംസ്കാരിക പാരമ്പര്യമുള്ള വലിയ എഴുത്തുകാരും മലബാറിലൊക്കെ കൊലപാതക രാഷ്ട്രീയം വരുന്നതിന് മുൻപ് കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ കൊലപാതക രാഷ്ട്രീയം നടന്ന സ്ഥലം തന്നെയാണ് രാമപുരം. അതെന്ന് വെച്ചാൽ 64 അത് പാർട്ടി എൻഡോസ് ചെയ്തില്ല. അങ്ങനെ പാർട്ടി എൻഡോസ് ചെയ്യുന്ന പരിപാടി. എന്നാലും ആ കേസുകളൊക്കെ മുഴുവൻ പാർട്ടിക്കാർ തന്നെയാണ് നടത്തിയത്. അതെന്താണെന്ന് വെച്ചാൽ 64 കേരള കോൺഗ്രസിന്റെ പിന്നെ ആവിർഭാവം, പാർട്ടി പിളരുന്ന, കോൺഗ്രസ് പിളരുന്ന കാത്തലിക് കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഭയങ്കര ചേഞ്ചായിരുന്നു. അവരാണ് ഈ കേരള കോൺഗ്രസിലേക്ക് പോയത്. അത് PT ചാക്കോയുടെ മരണശേഷം ഉണ്ടായതാണല്ലോ. അപ്പം PT ചാക്കോയെ മനഃപൂർവ്വം അവസാനിപ്പിച്ചതാണ് എന്നൊക്കെയുള്ളൊരു പ്രചരണമൊക്കെ ഇറങ്ങി. അത് ഭയങ്കരമായി കാത്തലിക്സിൻ്റെ അകത്ത് PT ചാക്കോയുടെ ഒരു വികാരം ഇളക്കിയ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. ഉണ്ടായത് പിന്നെ ഞങ്ങളുടെയൊക്കെ താലൂക്കിൽ കോൺഗ്രസ് ഒലിച്ചുപോയി കേരള കോൺഗ്രസിലേക്ക്. ആണല്ലേ? പിന്നെ 65 25 സീറ്റ് ഒറ്റയ്ക്ക് നിന്ന് കേരള കോൺഗ്രസ് കിട്ടുക. 1965 അസംബ്ലി ഇലക്ഷൻ അങ്ങനെയാണ് KM മാണിയൊക്കെ അന്ന് ജയിച്ചു വരുന്നത്. കേരളത്തിൽ മൊത്തം 25 സീറ്റ് 2-3 ജില്ലകളിൽ നിന്നായിട്ട് അവർക്ക് കിട്ടുക. ഏറ്റവും ശക്തം കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴയുടെ ക്രിസ്ത്യൻസ് ഉള്ള മേഖല, ഇടുക്കി ജില്ല, ഇതെല്ലാം കേരള കോൺഗ്രസ്. അന്ന് ഇടുക്കിയില്ല, അത് ഇടുക്കി എറണാകുളം ജില്ലയുടെ ശക്തി അന്ന് കേരള കോൺഗ്രസിന് ഒറ്റയ്ക്കുണ്ട്. ലീഗിനേക്കാൾ കൂടുതൽ സീറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അന്ന്. കേരള കോൺഗ്രസ് വലിയ ശക്തിയായിരുന്നു അന്ന്. അത് പിന്നീട് നേരത്തെ അവർ പറയുന്ന പോലെ വളരും തോറും വളരുകയും ചെയ്ത് അത് പല കഷ്ണങ്ങളായി. ഇന്നിപ്പോൾ 9 കേരള കോൺഗ്രസ് മറ്റുണ്ട്. അങ്ങനെ അത് അസ്തമിച്ചു പോയതാ. മാത്രമല്ല അത് കർഷകർക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണെന്നുള്ള വലിയൊരു നറേഷനൊക്കെ കൊടുത്ത് കാത്തലിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിൽക്കുന്നതാണെന്നും അങ്ങനെയൊക്കെ ഉള്ള വലിയ ഇത് വലിയ ഒരുപാട് കുടുംബങ്ങൾ അതിൻ്റെ അകത്ത് വിട്ടുപോയി. അതിൻ്റെ ഒരു പച്ചയാണ് ഇന്നും കേരള കോൺഗ്രസിനോട് ബാക്കിയുള്ളത്. അപ്പോൾ കേരള കോൺഗ്രസ് അന്ന് വലിയ ശക്തിയാണ്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് 67 തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിൽ മിസ്സസ് RV തോമസ്, പഴയ പിന്നെ നമ്മുടെ സ്പീക്കറായിരുന്ന RV തോമസ് സാറിൻ്റെ മിസ്സസാണ് നിന്നത് അന്ന്. അത് പുള്ളിക്കാരത്തേക്ക് അന്ന് പാലായി കിട്ടുന്നത് 6000-6500 വോട്ടേ കിട്ടുള്ളൂ. അന്ന് KM മാണിയാണ് ജയിക്കുന്നത്. 2ാം സ്ഥാനത്ത് CPM വന്നു. CPM അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി വരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നീട് കോൺഗ്രസ് കടന്നു വന്നത്. 65 ശേഷം 67-69 ആയപ്പോഴേക്കും KSU യൂത്ത് മൂവ്മെൻറ്റ്, MM ജേക്കബ് സാർ അവിടെ വന്നു. അങ്ങനെ കേരളത്തിൽ വലിയൊരു പുരോഗമന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലേക്ക് നമ്മൾ വളരെ ശക്തമായിട്ട് വരുന്നു. ആ ഭാഗത്ത് കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയ അതിൻ്റെ ബേസ് തിരിച്ചു പിടിക്കുന്നുണ്ട്.
അങ്ങനെയാ പിന്നെ നമ്മളെങ്കിലും കേരള കോൺഗ്രസും ഒപ്പം 70-ലെ തെരഞ്ഞെടുപ്പിൽ എം ജേക്കബ് സാർ 364 വോട്ടിനാണ് നോക്കുന്നത്. അത്രമാത്രം തിരിച്ചു വന്നു. 6000 വോട്ടിൽ നിന്ന് പിന്നെ അത്രയും വോട്ടിലേക്ക് തിരിച്ചു. ജോസഫ് വാഴക്കൻ സ്റ്റേറ്റ് ലീഡർഷിപ്പിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സജീവമായിട്ടുണ്ടാവുന്നത്, പ്രാദേശിക രാഷ്ട്രീയത്തെക്കാളും. പ്രാദേശിക രാഷ്ട്രീയത്തിലും വന്നിട്ടുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രാദേശിക തലത്തിലും KSUവിൻ്റെയും പ്രാദേശിക തലത്തിലും വന്നിട്ടുള്ളതാണ്. പക്ഷേ KSUവിലൂടെ പെട്ടെന്ന് വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രാദേശിക രാഷ്ട്രീയത്തിൽ അധികം നിൽക്കേണ്ടി വന്നിട്ടില്ല. കൂടുതൽ സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റിലേക്ക് പോകുന്നു. സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെ ഒരു സഞ്ചാര വഴിയിൽ എനിക്ക് തോന്നുന്നു വളരെ സൗമ്യനാണെങ്കിൽ ഒരുപാട് ആളുകളായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കാനും ഒരുപാട് രാഷ്ട്രീയ കൗശലങ്ങളും തന്ത്രങ്ങളും ഒക്കെ മനസ്സിലാക്കാനൊക്കെ ജോസഫ് വാഴക്കിന് സാധിച്ചിട്ടുണ്ട്. കരുണാകരൻ മുതൽ ആരംഭിച്ചതാണോ ആ യാത്ര? അല്ല, ലീഡറെയൊക്കെ അതിനിടയ്ക്ക് കണ്ടുമുട്ടുന്നതാണ്. KSU വിദ്യാർത്ഥി പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒന്നും മോഹിച്ചിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ജനിച്ചു വീഴുന്നതേ കോൺഗ്രസ് ആയി. ഞങ്ങളുടെ നാട് അതിൻ്റെ ഒരു പശ്ചാത്തലം. ഇപ്പോൾ പാലാ കോളേജിലെ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ രാമപുരം റൂട്ടിൽ നിന്ന് പോകുന്ന ബസ് എന്ന് പറഞ്ഞാൽ KSUവിൻ്റെ ബസ്, KSUവിൻ്റെ റൂട്ടാണത്. ഇപ്പോൾ വൈഗ പൊൻകുന്നത്ത് നിന്ന് വരുന്നത് KSCയുടെ കേരള കോൺഗ്രസിൻ്റെ റൂട്ടാണ്. ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നത് KSUവിൻ്റെ റൂട്ടാണ്. ഇങ്ങനെ ഓരോ റൂട്ടും അതുപോലെയാണ്, പ്രദേശങ്ങളാണ് നിന്നിരുന്നത്. രാമപുരം കോൺഗ്രസിന് വലിയ അപ്രഹാരം ഉണ്ടായിരുന്ന സ്ഥലമാണത്. അപ്പം അങ്ങനെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഞാൻ ആദ്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കേൾക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് കേൾക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കോളേജിലെ സ്കൂളുകളിലൊക്കെ സമരം നടക്കുമ്പോഴേ അന്ന് ഞാൻ സ്കൂളിൽ അതിൻ്റെ 5-ലോ അല്ല, ഈ കോട്ടയത്ത് നിന്നുള്ള ഒരു ലീഡർ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് കോട്ടയത്തിന്റെ സർവശക്തനായിട്ട് നിൽക്കുക. എന്തുകൊണ്ടാണ് ഈ ഉമ്മൻചാണ്ടി ചേരിയുമായിട്ട് ചേർന്ന് പോവാൻ വഴക്കിന് അവസരം കുറഞ്ഞു പോയത്? അത് പാർട്ടി 78 പിളർന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഐ ഗ്രൂപ്പിൽ വരുന്നത്. അതുവരെ ഞങ്ങളൊക്കെ എല്ലാം അവിടെ ഒറ്റ പാർട്ടിയല്ലേ. ഉമ്മൻചാണ്ടി നേതാവാണ്, ഇവരെല്ലാം നമ്മുടെ നേതാക്കന്മാരാണല്ലോ. അന്ന് പാർട്ടി 78 പിളർന്നു കഴിഞ്ഞിട്ട്, പിളർന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം അന്ന് ആൻ്റണിയോടൊപ്പമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം ഐയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം ജേക്കബ് സാറൊക്കെ നമ്മുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ എം ജേക്കബ് സാറൊക്കെ, അപ്പോൾ അദ്ദേഹമൊക്കെ അന്നേരത്തെ ഐയിൽ തന്നെ അന്ന് ഐ ഉണ്ടാക്കാനായിട്ട് ഡൽഹി പോയിട്ടുള്ള 5 പേരിലൊരാൾ അദ്ദേഹം. അപ്പോൾ അവർ എല്ലാവരും ഉണ്ടായിരുന്നുണ്ട്. പിന്നെ അവരുടെയൊക്കെ സ്വാധീനത്തിൽ നമ്മൾ മാറുക ചെയ്തു. പിന്നെ ഐയിലേക്ക് ഞങ്ങളെല്ലാവരും തിരിച്ചു വരിക ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും ഞാൻ പറയില്ലേ, എനിക്ക് എൻ്റെ ഓർമ്മയിൽ 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എന്നും സമരമുണ്ട്. ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നപ്പോൾ എൻ്റെ ഫാദറിൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ മലബാറിലുള്ളവർ, അവരൊക്കെ കോളേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വീട്ടിൽ വന്ന് അമ്മ വീട്ടിൽ വന്ന് നിന്നാണ് പഠിക്കുന്നതൊക്കെ. അപ്പോൾ അവർ അൽഫോൻസ കോളേജിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അവർ പറയും ഇങ്ങനെ പത്രത്തിൽ ഇന്ന് അവിടെ കോഴിക്കോട്ട് ഉമ്മൻചാണ്ടിയെ അവിടെ പോലീസ് അടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇന്ന് മിക്കവാറും ഇന്ന് സമരമായിരിക്കും. പത്രമൊക്കെ നമുക്ക് അന്ന് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, അന്നും നമുക്ക് KSU എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പത്രമൊക്കെ വായിച്ച് അറിയാം ഇങ്ങനെ. അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴേ അവിടെ പ്രകടനം കാണും. അപ്പം ഉമ്മൻചാണ്ടി അന്ന് KSU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിലൊന്നുമല്ല. KSU എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഒരു പര്യായമാണ്. എല്ലാ സമരവും KSUവിൻ്റെ ഒക്കെ പേരിൽ അന്ന് KSU ആണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന എന്നാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ അവിടെ അടിച്ചു എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും ഇവിടെ വലിയ അന്ന് പ്രകടനം നടത്തിയേക്കാവുന്നത് വലിയ പത്രത്തിലൊക്കെ വലിയ വാർത്തയാണ്. എനിക്ക് തോന്നുന്നത് ദേവഗിരി കോളേജാണോ ക്രിസ്ത്യൻ കോളേജിലാണ് ഇവിടെ വെച്ചുണ്ടായ ഒരു വിദ്യാർത്ഥി പോലീസ് സംഘർഷത്തിലാണ് ഉമ്മൻചാണ്ടിക്ക് ലാത്തി ചാർജേക്കുന്നത്. മനോരമയുടെയൊക്കെ ഹെഡിങ്ങിലാണ് വരുന്ന വാർത്ത. അപ്പോൾ അന്നത്തെ പ്രകടനത്തിന് ഞാൻ അന്ന് ഉമ്മൻചാണ്ടി എന്ന് എനിക്ക് സത്യത്തിൽ നേരെ ഉമ്മൻചാണ്ടി എന്ന് പറയാൻ അറിയത്തില്ല. എന്തോ ഒരു ചാണ്ടി എന്നല്ല. അപ്പം നമ്മൾ എമ്മൻചാണ്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുദ്രാവാക്യം വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ. അത് കഴിഞ്ഞാണ് പിന്നെ അറിയുന്നത് ഇതാണ് ഉമ്മൻചാണ്ടിയാണ് എന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ KSUവിലാണ് ആദ്യം നമ്മൾ കാണുന്നത് എല്ലാ നേതാക്കളും. അന്നൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ വലിയ ഹീറോസാണ്. നമുക്ക് അവരോട് സംസാരിക്കുന്നതും ആരാധനയാണ് ജനങ്ങൾക്കെല്ലാം. നമ്മളപ്പോൾ അതിൻ്റെ ഇടയിൽ കരുണാകരനെ കുറിച്ചിട്ടാണ് പറയാൻ അപ്പം അത് കഴിഞ്ഞിട്ട് ലീഡറെ ഞങ്ങൾ പരിചയപ്പെടുന്നത് KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹി ആയതിനു ശേഷമാണ്, തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമാണ്. വീട്ടിലൊക്കെ പോയി സ്ഥിരമായിട്ടുള്ള അത് പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഐ ഗ്രൂപ്പ് ഐ പാർട്ടിയാണല്ലോ. 78 മുതൽ 82 വരെ ഐയും എയും 2 പാർട്ടിയാണ്. അപ്പോൾ ആ സമയത്ത് KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഞാൻ. അത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു. അപ്പോൾ ആ സമയത്ത് KSU യൂത്ത് കോൺഗ്രസ് കാർത്തികേയൻ, രമേശ്, ഞങ്ങളുടെ ആ ബാച്ചിൻ്റെ അവരുടെ എല്ലാം കൂടെ നമ്മൾ ഫുൾ ടൈം തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അന്ന് KPCC ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹൗസിംഗ് ബോർഡിൻ്റെ ബാക്കിലുള്ള പിന്നെ കോളനിയിലായിരുന്നു. അതിനുശേഷം നമ്മുടെ നന്ദാവനത്ത് വന്നു.
അപ്പം നന്ദാവനത്തെ ഒരു പഴയ കെട്ടിടമാണ്. അപ്പം അതിൻ്റെ 2ാം നിലയിൽ എപ്പോഴും KPC പ്രസിഡന്റ് ചാണ്ടി സാറും ലീഡറും ഒന്നിച്ചൊരു മുറിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കസേരയിൽ ഇരിക്കുന്നു. ആണല്ലേ? അത് വളരെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു കാലമായിരുന്നു. അപ്പം അവർ ലീഡർ മിക്കവാറും കേരളം മുഴുവൻ യാത്ര ചെയ്യും. തിരുവനന്തപുരത്തുള്ളപ്പോൾ ഓഫീസിൽ വരും. ഇവർ രണ്ടുപേരും 2 കസേര 2 ഒരേ റൂമിൽ ഒരേ റൂമിൽ അടുത്തടുത്ത് അടുത്തടുത്തിരിക്കും. അപ്പം ഞങ്ങളെ എല്ലാവരും അപ്പം അതുപോലുള്ള ടീം സ്പിരിറ്റാണ് അന്നത്തെ. ഞാനത് വേറെ ഇൻ്റർവ്യൂവിലൊക്കെ പറയാറുള്ളതാണ്. അന്നത്തെ കാലത്തെ പോലെ ഒരു സംഘടനാ പ്രവർത്തനം ആ 78 മുതൽ 82 വരെയുള്ള കോൺഗ്രസ് വിഭാഗത്തിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത്രയും ഒരു ആത്മാർത്ഥമായ പ്രവർത്തനം ഞാൻ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിനകത്ത് കണ്ടിട്ടില്ല. അത് വന്നു ആദ്യം 80 പേരെ എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ലീഡറുടെ പേര് പറഞ്ഞാൽ, ഇന്ദിരാഗാന്ധിയുടെ പേരിലൊക്കെ പറഞ്ഞാൽ ഏറും അടിയൊക്കെ കിട്ടുന്നൊരു കാലമായിരുന്നു. രാജൻ സംഭവം, അതുപോലെ അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങൾ എന്നൊക്കെ പറഞ്ഞു വലിയ പ്രചരണം, കള്ളപ്രചരണങ്ങൾ നടക്കുന്ന കാലമാണ്. അത് കഴിഞ്ഞിട്ട് 80ഓടുകൂടി ഉണ്ടല്ലോ പിന്നെ ഇന്ദിരാഗാന്ധി അവിടെ ദേശീയ തലത്തിൽ തിരിച്ചു വന്നു, ശക്തിയായി. അതോടുകൂടി ഇവിടെ വലിയ ഒരു ഒഴുക്കാണ്. അതോടുകൂടി പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഞങ്ങൾ ശുഷ്കിച്ചു പോയി. പിന്നെ ലീഡേഴ്സ് മാത്രമേ ഉള്ളൂ, അണികൾ മാത്രമല്ല. അവർ CPM-ഉമായിട്ട് സഖ്യം കൂടെ ചേർന്നപ്പോഴേക്കും കോൺഗ്രസിൻ്റെ ഒരു പിന്നെ പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാൻ പറ്റാതെ വന്നു. അപ്പോൾ അതോടുകൂടി കോൺഗ്രസ് ഐയിലേക്ക് ഒഴുകുകയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ലീഡറിൻ്റെ പ്രതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ പിന്നെ പറയുന്നതിനപ്പുറത്ത് ചലിക്കുകയല്ല ഞാൻ ഈ വിഭാഗം എന്ന് പറയുന്നത്. ലീഡറും ചാണ്ടി സാറും, KM ചാണ്ടി സാറും.